അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാലുണ്ടല്ലോ തത്തയുണ്ടല്ലോ, അതിൻ്റെ പല വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും. പല കളറിലുള്ള, അതുപോലെ പല രാജ്യത്തു നിന്നുള്ള, അങ്ങനെ പലതരത്തിലുള്ള തത്തകൾ. അപ്പോൾ കിളികളുടെ തന്നെ ഒരുപാട് കൂട്ടങ്ങൾ നമുക്ക് ഈ മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷനിൽ വന്നാൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു കുതിരയാട്ടാ, കുതിരയൊന്നുമില്ലേ, കുതിരയാണ്. ഇതിന് ഇത്രയേ ഹൈറ്റ് വയ്ക്കുള്ളൂ. അപ്പോൾ ഒരാൾ അതിനെ തൊടാനായിട്ട് പോയ സമയത്ത് അത് കുത്താനായിട്ട് നോക്കി. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഇഗ്വാനനെ കേട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊരു പാസ് തരും. അത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും രണ്ട് പെറ്റ്സിൻ്റെ കൂടെ നമുക്ക്, അതായത് ഏതെങ്കിലും രണ്ട് പെറ്റ്സിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. പാമ്പിൻ്റെ കൂടെ വേണമെങ്കിൽ പാമ്പിൻ്റെ കൂടെ, കിളികളുടെ കൂടെ, അങ്ങനെ ഏതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇതൊരു കുഞ്ഞു പശുവാട്ടോ, അത് ഇത്രയും ഹൈറ്റ് വയ്ക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ഏകദേശം ഇത് ഓസ്ട്രിച്ച്, അതിന് തൊട്ടടുത്ത് തന്നെ എമു ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എമും ഓസ്ട്രിച്ചും ഏകദേശം ഒരുപോലെ തോന്നിക്കും. ആളുകൾ കൈ കാണിക്കുന്ന സമയത്ത് ഇതിങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നേ. അതായത് നമ്മൾ കൈ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുത്തിയെടുക്കും. കണ്ട കണ്ട ഈ യമുനയും അതുപോലെ തന്നെ ഒട്ടകപക്ഷിയും നമുക്ക് എനിക്ക് പെട്ടെന്ന് മാറിപ്പോയിട്ടാ. കാണുമ്പോൾ രണ്ടും ഞാൻ ഒന്നിൻ്റെ കുട്ടിയെന്ന് വിചാരിച്ചത്, അതായത് ഒട്ടകപക്ഷിയുടെ ചെറുതാണെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ എത്തിയപ്പോഴാണെന്ന് മനസ്സിലായത് രണ്ടും രണ്ടാണെന്നുള്ളത്. ഒട്ടകപക്ഷിക്ക് കാല് കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലുണ്ടായിരിക്കും, യമുവിന് കാലിൻ്റെ നീളം കുറച്ച് കുറവുണ്ടായിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഏരിയ മെയിനായിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന കേട്ടോ, ബേർഡ്സുമായിട്ടും അതുപോലെ പാമ്പിൻ്റെ കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന ഏരിയയാണ്. പിന്നെ എനിക്ക് വന്നിട്ട് കണ്ടതിലൊരു കഷ്ടം തോന്നിയത് ഈ ഒട്ടകത്തിനെ കണ്ടപ്പോഴാണ് കേട്ടോ. പാവം ഇങ്ങനെ കൂട്ടിൽ തന്നെ കിടക്കണ കണ്ടപ്പോൾ ഞാൻ കുറേ നേരം കാത്തിരുന്നു അത് എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്തു, അത് എണീറ്റതൊന്നും കണ്ടില്ല. പിന്നെ എനിക്കിഷ്ടമായ ഒരു കിളി കേട്ടോ. പെയിൻറ്റ് പാത്രത്തിൽ വീണ പോലെ കുറേ തരം കളറുണ്ട്, മഞ്ഞയും പച്ചയും നീലയും, അങ്ങനെ ഏതൊക്കെയോ കളറുള്ള ഒരു കിളി. പിന്നെ കോഴിയുടെ മുഖം കിളിയുടെ രൂപമായിട്ടുള്ള വേറെ എന്തൊരു കിളി ഉണ്ടായിരുന്നു, കണ്ട മറ്റേ കോഴിക്ക് ഉണ്ടാവില്ല ഇവിടെ ഫ്രണ്ടിൽ, അങ്ങനെ സംഭവം. അതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ബേർഡ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് എന്താ പറയുക, നായകൾ, പല തരത്തിലുള്ള നായകളുടെ, അവരെയൊക്കെ കൂട്ടിലാട്ടോ, എല്ലാവരെയും എല്ലാ നായകളെയും കൂട്ടിൽ അടച്ചിട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പുള്ളിനെ മാത്രം പുറത്ത് തുറന്ന് വിട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മേലെ ഓടിക്കളിക്കുമ്പോൾ ആൾക്കൊരു പേടിയുണ്ട്, ആൾക്ക് താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇതൊരു കൗതുകമായിരുന്നു, ഈ കുഞ്ഞു നായ്ക്കുട്ടീനായിട്ട് കളിക്കാനായിട്ട്. കണ്ട അങ്ങോട്ടോട് ഇങ്ങോട്ടോട് ഇതന്നെ പുള്ളിയുടെ പണി. ഇത് വെറൈറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഒരുപാടൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കുഞ്ഞു നായ തന്നെയാണെച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷികളാണെങ്കിലും ഡോഗ്സ് ആണെങ്കിലും, അതുപോലെ ഫിഷിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പം നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ ഇവിടെയും ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഒരു തിരക്കുണ്ട്. ഇതുപോലെ ഈ ഒരു ബേർഡിനെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടും, അതുപോലെ പാമ്പിനെ ഇങ്ങനെ കഴുത്തിലൊക്കെ ഇടുന്നുണ്ട്, ധൈര്യവാന്മാരാണ്. പിന്നെ ഇഗ്വാനേനെ കയ്യിൽ പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നെ എന്താ എടുക്കാത്തതെന്ന് വെച്ചിട്ട് നോക്കിയിരിക്കുക തോന്നുന്നു പുള്ളി. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ണൂർ വരുന്നവരുണ്ട് വെച്ചെങ്കിൽ, എനിക്ക് തോന്നുമ്പോൾ കണ്ണൂർ മാത്രമല്ല മിക്ക സ്ഥലങ്ങളും ഈ ഒരു പെറ്റ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും പോയി കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.